Assalamualaikum warahmatullahi wabarakatuh. Hi, നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഉമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിലാട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പച്ചക്കറിത്തോട്ടത്തിലെ വിശേഷങ്ങളാണ്. എൻ്റെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കൊറോണയുടെ ടൈമിലും ലോക്ക്ഡൗണൊക്കെ ആയ ടൈമിലും എല്ലാവരും കൃഷികളിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇനി ഇറങ്ങാത്തവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുൻപ് ഞാൻ ഉമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. ഒരു 1-2 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അത്രയില്ല ഇപ്പോഴും മഴയ്ക്കായിട്ട് അധികം തുടങ്ങിയിട്ടില്ല. ഇനി മഴയ്ക്ക് നന്നായിട്ട് വിട്ടതിന് ശേഷമാണ് കൃഷിയിലോട്ട് കൂടുതലായിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പയറാണ് കേട്ടോ ഇത്. പയർ നീളം പയറാണ്, മീറ്റർ പയർ. കുറച്ചൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറ്റിപ്പയറുണ്ട്. കുറച്ച് വള്ളി പടരുന്ന ടൈപ്പുള്ള കുറ്റിപ്പയറാട്ടോ. ഒരുപാടൊന്നും പടരില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പടരും. അങ്ങനത്തെ കുറ്റിപ്പയറാണ്. ഇവിടെ ചെറിയൊരു പന്തലിട്ട് കൊടുത്തിരിക്കുകയാണ് പയറിന്. ഇനി ഈ പയറിലെ പ്രശ്നം ഇത് കണ്ടില്ലേ, മുഞ്ഞ. ഒരുപാട് മുഞ്ഞ. നമ്മൾ എത്ര മരുന്നടിച്ചാലും, അതായത് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള മരുന്നുകൾ കൊടുത്താലും മുഞ്ഞ പോകുന്നില്ല. ഉറുമ്പുള്ളത് കൊണ്ടാണ്. ഈ ഉറുമ്പിനെ നശിപ്പിച്ചാലും നമുക്ക് ഈ മുഞ്ഞയുടെ ശല്യം ഉണ്ടാവില്ല. വെണ്ടയാണിത്. വെണ്ടയിൽ കായൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിലൊരു 3ഓളം കായകളുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് വെണ്ടകൾ. നല്ല വലുപ്പമുള്ളൊരു കായ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇത് ഞങ്ങളുടെ കൂർക്കയാണിത്. ഇത് ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. പക്ഷേ നന്നായിട്ട് തന്നെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിൽ മാത്രമല്ല, ഇതുണ്ടോ ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലും കൂർക്ക ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂർക്ക വളർന്ന് വലുതാകുന്നതിനനുസരിച്ചിട്ട് ഈ കവറിൽ തന്നെ മടക്കി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മുളകാണ്. ഉണ്ടോ, കുറച്ചൊക്കെ മുളക് ഉണ്ട്. അടിയിലൊക്കെ കുറച്ച് തൂങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ തൈയാണ്. അത്യാവശ്യം വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ മുളക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വഴുതനയാട്ടോ. ഇവിടെ കുറേ വഴുതന തൈകളുണ്ട്. ഒരു 5-8 തൈകളുണ്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വഴുതന തോരനോ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ളത് കിട്ടും. കണ്ടോ, പൂത്തിട്ടുണ്ട് ഇവിടെ. ഇതിപ്പോൾ കാണുന്നത് 2 തൈയാണ്. നാടൻ വഴുതനയാണ്. ഇതിന്നൊക്കെ കായ പറിച്ചു കേട്ടോ. കായ പറിച്ചുകൊണ്ടാണ്. ഒരു 5-8 വഴുതനയ്ക്ക് ഒരു തൈയിൽ തന്നെ ഒരേ സമയം ഉണ്ടാവും. നല്ല വലുപ്പം ഉണ്ടാവും. ഇനി ഇത് വേങ്ങേരി വഴുതനയാണ്. ഒന്നുകൂടെ വലുതാവാനുണ്ട്. ഇത് 2 എണ്ണം ഉണ്ട് ഇതിൽ. പിന്നെ ഇത് ഞാനൊന്ന് ലെയറിങ് പരീക്ഷിച്ചതാണ്. ഏകദേശം ഒരു മാസത്തോളമായി വെച്ചിട്ട്. ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് മാറ്റി നടാം. ഇത് കണ്ടോ, കുറേ ചെറിയ ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട്. ഇത് വേറൊരു വഴുതന തൈ കേട്ടോ. ഇവിടെ ഉള്ളതൊക്കെ നാടൻ വഴുതനയാണ്. പിന്നെ വേങ്ങേരി, പിന്നെ ഒരു മുട്ട വഴുതനയുണ്ട്. തക്കാളി വഴുതനാന്നോ മുട്ട വഴുതനാന്നൊക്കെ പറയും. ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, 2 ചാണോളം വരുന്നുണ്ട് ഈ വഴുതന. നല്ല വലുപ്പം വന്നിട്ടുണ്ട്. ഇത് നാടൻ വഴുതനയാണിത്. ഇതിൽ നന്നായിട്ട് കായ ഉണ്ടാകുന്നത് കേട്ടോ. കായകളൊക്കെ പറിച്ചിട്ട് വന്നപ്പോൾ. തക്കാളി വഴുതനയാണിത്. കണ്ടോ, ഇവിടെ ഒരു തക്കാളി വഴുതന നിൽക്കുന്നുണ്ട് അകത്ത്. അവിടെ ആയിട്ട് വരണുണ്ട് കേട്ടോ. തക്കാളി വഴുതന ഞാൻ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ചെറുതായിട്ട് മുകളൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇനി ഇത് മാറ്റി നടണം. പിന്നെ ഇത് പനിക്കൂർക്കയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ കുറേ തുളസി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയ്പം വേപ്പുണ്ട്. അടുത്തൊരു വഴുതനങ്ങയുടെ മരമാണ്. ശരിക്കും ഇത് മരം തന്നെ പറയാം. എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ വഴുതനങ്ങയുടേത്. ഇതിൽ കണ്ടില്ലേ, കായകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായതാണ്. ഇവിടെ ഒരെണ്ണം ഇവിടെ ഒന്നുണ്ട്. ഇതാ പുതിയൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഉറുമ്പ് പരാഗണം നടത്തുന്നുണ്ട്. പിന്നെ ഇതവിടെ ഫ്രഷായിട്ട് ഒരു കുഞ്ഞ് വഴുതന ഉണ്ടായി വരുന്നുണ്ട്. ഇതവിടെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു വഴുതന നിൽക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു വഴുതന വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വഴുതനയ്ക്കൊന്നും ഒരുപാട് ശല്യങ്ങളില്ല കേട്ടോ, കീടങ്ങളുടെ. ഇതവിടെ ഇത് പോളിനേഷൻ കഴിഞ്ഞ ഫ്ലവറാണ്. ഇതവിടെ ഒരു ചെറുത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതവിടെ 2 ഫ്ലവേഴ്സ് ഉണ്ട്.
ഇവിടെ ഒരു ചെറിയൊരു വഴുതന നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അത്യാവശ്യം കുറച്ച് വഴുതന തൂങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് ഈ വഴുതന മരം. കണ്ടില്ലേ, ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇത് ഒരു വഴുതനങ്ങ ചെടിയാണ്. ഇതിൽ കുറച്ച് ഇവിടെ കുറച്ച് കടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇലകളൊക്കെ പോയിട്ടുണ്ട്. ഇത് പഴയ ഇല ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെടിയിൽ. ഇത് ആക്ച്വലി മരം വീണപ്പോൾ വഴുതനങ്ങയുടെ കമ്പ് മുറിഞ്ഞതാണ്. അപ്പോൾ ആ കമ്പ് എടുത്തിട്ട് ഇവിടെ ഒരു ചാക്കിൽ വെച്ചതാണ്. ഇപ്പോൾ നന്നായിട്ട് അമച്ച് വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് വഴുതനയുടെ തൈ വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ കമ്പൊക്കെ പിടിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ മുട്ട വഴുതനങ്ങയ്ക്ക് പെട്ടെന്ന് കമ്പ് പിടിക്കും. ഇത് സപ്പോട്ട ആണ്. സപ്പോട്ടയിൽ കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇപ്പം ഇല്ല. ഇനി ഇതും ഒരു റെഡ് ലേഡി പപ്പായാണ്. ഇതിലൊരു കായ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കൊക്കോയാണ്. കൊക്കോയിലും കായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. വാഴ, മൈസൂർ പൂവനാണ്. ഒരു വാഴക്കുടിലാണ് ഇവിടെ ഉള്ളത്. മഞ്ഞളാണ്, വീട്ടിലത്തെ ആവശ്യങ്ങൾക്കുള്ള മഞ്ഞൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണിത്. മണ്ണൊന്നും കയറ്റി കൊടുത്തിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് പാവയ്ക്ക കാണാം. അവിടെ പാവയ്ക്ക തൂങ്ങി നിൽക്കുന്ന കുറേ പാവയ്ക്കകളുണ്ട്. ഞങ്ങൾ കവറ് ഇട്ട് വെച്ചിരിക്കുക കേട്ടോ, കാരണം കായ്ച്ചയുടെ നല്ല ശല്യമുണ്ട്. അപ്പോൾ കവർ ഇത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇത് നാടൻ പാവയ്ക്കയാണ്, പച്ച കളറിലുള്ള നാടൻ പാവയ്ക്ക. ഈ പാവയ്ക്ക പടർത്തിയിട്ടുള്ളത് വേലിയുമയാണ്, കമ്പിവേലിയാണിത്. ഇത് ഞങ്ങളുടെ റെഡ് ലേഡിയാണ്. ഇതുണ്ടോ, പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം, കുറേ റെഡ് ലേഡികൾ ഉണ്ടായിരുന്നു. ഇതിലധികവും മെയിലായിരുന്നു, അപ്പോൾ കുറേ വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ ഒരു മുരിങ്ങയുടെ കൊമ്പുണ്ട്. പിന്നെ ഉള്ളത് കാന്താരിയാണ്. ഒരുപാട് വലിയൊരു മരം തന്നെ ആയിട്ടുണ്ട് കേട്ടോ കാന്താരി. ഇതിപ്പോൾ ഒരാൾ ഹൈറ്റിലാണ് ഈ കാന്താരി നിൽക്കുന്നത്, കണ്ടില്ലേ. നിറയെ കാന്താരികൾ നിൽക്കുന്നുണ്ട്. ഈ കാന്താരിക്ക് കുരുടിപ്പോ മുരടിപ്പോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കാരണം അത്രയും കിച്ചൺ വേസ്റ്റുകളാണ് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പാവയ്ക്ക, നല്ല ഒരു കവറിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ അങ്ങനെ ഈ വേലിയിലാണ് ഞങ്ങൾ പാവയ്ക്ക പടർത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഒരെണ്ണം കവറ് കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അവിടെ താഴെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഒരുപാട് പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പാവയ്ക്കയുടെ കൂടെ തന്നെ കേട്ടോ. ഇതൊരു കോവയ്ക്കയുടെ പന്തലാണിത്. ഇവിടെ 1-2 കോവയ്ക്ക നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കോവയ്ക്ക നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കോവയ്ക്കകൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറുത് പൂ വിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു കോവയ്ക്ക വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കോവയ്ക്ക നിൽക്കുന്നുണ്ട് ഇവിടെ. പറമ്പിൽ നിറയെ കടുത്തൂവയുണ്ട്, ചൊറിയണം എന്നൊക്കെ പറയുമല്ലോ. ഈ ചൊറിയണം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാം. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ കുറച്ച് നാടൻ പയർ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ചെടുത്ത പാവയ്ക്കാണ്, നാടൻ പാവയ്ക്ക കേട്ടോ. സാധാരണ നമ്മുടെ ഹൈബ്രിഡിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ നാടൻ പാവയ്ക്ക. സാമ്പാർ ചീരയാണിത്. ഇത് നമുക്ക് തോരനിലൊക്കെ ഉപയോഗിക്കാം, അതുപോലെ സാമ്പാറിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് കൊഴുപ്പ് കിട്ടും സാമ്പാറിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ. മുട്ടയൊക്കെ ചേർത്തിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചീര ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മുളകിൻ്റെ തൈയുണ്ട്. ഗ്രോ ബാഗിലാണ് മുളക് തൈ നിൽക്കുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു മുളകിൻ്റെ തൈ. ഇതിൽ കുറച്ച് കായൊക്കെ 4-5 കായൊക്കെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കായ, അവിടെ 2 കായ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനും ചെറുതായിട്ടൊരു മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മരുന്നടിച്ചാലും മഴ പെയ്തിട്ട് മരുന്ന് മുഴുവൻ പോകും. അതുകൊണ്ടാണ് ഈ മുരടിപ്പൊന്നും അങ്ങനെ മാറി കിട്ടാത്തത്. വേറെ ഒരു കാന്താരി കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ പാൽച്ചേമ്പ്, ഒരുപാട് പാൽച്ചേമ്പുകളും ചെറുചേമ്പുകളും ഒക്കെ ഉണ്ട്. റംബൂട്ടാൻ ഇപ്പോൾ ട്രെൻഡാണല്ലോ ഫ്രൂട്ട്സുകളുടെ കൃഷി. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചു ഒരു റംബൂട്ടാൻ. 2 വർഷം പ്രായമുള്ള റംബൂട്ടാനാണിത്. തൈ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. നാരങ്ങയുടെ തൈയാണേ.
ഇത് കൃഷിഭവനിൽ നിന്ന് ഓരോ വീടുകൾക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ കിട്ടിയത് അത്. ഞങ്ങളുടെ കറിവേപ്പില ആണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിയുണ്ട്. നെല്ലിൻ്റെ തല മാത്രമേ ഉള്ളൂ ഇപ്പോൾ. വീട്ടിലെ മുഴുവൻ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് കറിവേപ്പില കിട്ടും. ഇതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങളൊരു പന്തലിട്ടിട്ടുണ്ട്. ഇത് കോവലിനുള്ളതാണ്. കോവലൊക്കെ പടർത്തി പന്തലിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മരവണ്ടയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും മരവണ്ടയൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരുപാട് കാലം നമുക്കിതിന്ന് വിളവെടുക്കാൻ കഴിയും. 2-3 വർഷമൊക്കെ നമ്മൾ ശരിക്കും കെയർ ചെയ്യണമെങ്കിൽ വിളവെടുക്കാൻ കഴിയും. ഇവിടെ 2 തൈയാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ വരും. 2 ആൾ ഹൈറ്റിലൊക്കെ മരവണ്ട വരും. അവോക്കാഡോ ആണിത്. അവോക്കാഡോയുടെ തൈയാണിത്. ഒരുപാട് ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടല്ലേ അവോക്കാഡോ. LCHF ഡയറ്റിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാട്ടോ ഇത്. ഇത് വീട്ടിൽ ഞങ്ങൾ വാങ്ങിച്ച അവോക്കാഡോ മുളച്ച് വന്നതാണ്. ഇങ്ങനെ 2 തൈയുണ്ട്. ചെടികളിലെ ഒരു ശല്യമാണ് ഈ മഴക്കാലത്ത് ഒച്ച്. ഒച്ചിനെ ഉപ്പിട്ടിട്ട് നശിപ്പിക്കാം. ഇതാണ് ഞങ്ങളുടെ കിൻഡൽ വാഴ. 2 വാഴ കേട്ടോ അവിടെ കിൻഡൽ വാഴ ഉള്ളത്. നല്ല വീതി നല്ല വളർച്ചയൊക്കെ വന്നിട്ടുണ്ട് വാഴയ്ക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വയ്ക്കണേ. ഇതിന് മുൻപ് ഇവിടെ നേന്ത്രവാഴയായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ ഉണ്ടാകുമായിരുന്നു കേട്ടോ നേന്ത്രവാഴ. കുറഞ്ഞതൊരു 10-15 കിലോ ഒക്കെ കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് നേന്ത്രവാഴ. അത്രയും നല്ലതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കിൻഡൽ വാഴയാണ് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് മുളക് പാടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുളക് പാകിയതാണ്. മുളച്ച് വന്നിട്ടുണ്ട്. ഒരു 7 ഇല പ്രായം അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുമ്പോൾ വേണം മാറ്റി നടാൻ വേണ്ടിയിട്ട്. ഇത് ബ്രഹ്മിയുടെ തൈയാണ്. അതുപോലെ തന്നെ കറ്റാർ വാഴ മാറ്റി നടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. മഹാഗണി തൈകളാണ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഞങ്ങളുടെ തക്കാളി തൈകളാണിത്. കുറേ തൈകളുണ്ട് കേട്ടോ. ഒരു 5-8 തൈകളുണ്ട്. ഇങ്ങനെ വരിക്ക് ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂമ്പാറ്റയൊക്കെ വരുന്നുണ്ട് പൂക്കളുള്ളതുകൊണ്ട്. ഈ തക്കാളീനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കയറിൽ കെട്ടിയിട്ട് മുകളിലൊരു ഇവിടെ ഒരു കയറ് കണ്ടോ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഈ കയറിൽ നിന്ന് ഓരോ കയറ് താഴോട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ഈ ബാഗിലോട്ട്. ഇനി ഓരോ തക്കാളിയെ ഈ കയറിലൂടെ ചുറ്റി കെട്ടി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈ തക്കാളി സ്ട്രൈറ്റായി നിൽക്കുകയും ചെയ്യും. പിന്നെ താഴോട്ട് ഒഴിഞ്ഞു വീഴുമെന്നുള്ള പേടിയൊന്നും വേണ്ടിയിരുന്നു. ഇത് നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ മുന്തിരി തൈയാണ്. മുന്തിരി ഇന്നലെ ഞങ്ങൾ നട്ട മുന്തിരി തൈ കേട്ടോ. ഇത് ബഡ് ചെയ്ത തൈ വാങ്ങിച്ചതാണ് നഴ്സറിയിൽ നിന്ന്. പിന്നെ അടിവളമൊക്കെ ഇട്ട് അതിൽ മുന്തിരി തൈ നട്ടിരിക്കുകയാണ്. മുകളിലായിട്ട് പൊതയിട്ടിട്ടുണ്ട്. പച്ചില കൊണ്ടാണ് ഇപ്പോഴും പൊതയിട്ടിട്ടുള്ളത്. കണ്ടില്ലേ തൈയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് പൊതയിട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ പന്തലിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വേണം മുന്തിരിയൊക്കെ നിറയെ കായ്ക്കാൻ വേണ്ടിയിട്ട്. കുറ്റിപ്പയറാണിത്. ഇതിൽ കുറച്ച് പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. 2-3 ചാക്കിലായിട്ട് കുറ്റിപ്പയർ നട്ടിരിക്കും. അടുത്ത റോസ് പൂവും വിരിഞ്ഞിട്ടുണ്ട്. ചെറിയ തൈയാണ്. ഇത് ബഡാണ്. പിന്നെ ഇവിടെ ഒരു വഴുതന തൈ ഉണ്ട്. ഇതിൽ ഒരുപാട് വഴുതന നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇത് മഴയിലൊക്കെ വെട്ടി കൊടുത്താണ് പിന്നെയും വളർന്നു വന്നത് കേട്ടോ ഈ വഴുതനത്തെ തൈ. ഇതുണ്ട് ഇവിടെ 2 വഴുതന നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ പുതുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് 2 എണ്ണം. ഇവിടെ ഓരോന്ന് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ കുറേ വഴുതന തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിൽ നമുക്കൊരു 2 കിലോളം വഴുതനയൊക്കെ കിട്ടും. ഇവിടെ പുതിയൊരു പന്തലിട്ടിട്ടുണ്ട്. ഈ പന്തൽ കോവയ്ക്കും അതുപോലെ തന്നെ പാവലിനുള്ള പന്തലാണ്. വലിയ ഒരു പന്തൽ തന്നെ കേട്ടോ ഇത്. ഒരു സൈഡിൽ നിന്ന് പാവൽ കയറ്റുകയാണ്. 2 സൈഡിൽ നിന്ന് കോവയ്ക്കയും കയറ്റുന്നുണ്ട് ഈ പന്തലിലോട്ട്. കോവയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വേറെ നെറ്റ് കൊണ്ടൊരു പന്തലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പാവലിന് ഈ സൈഡിൽ നിന്ന് കയറ്റാമെന്ന് വിചാരിച്ചപ്പോൾ മറ്റേ സൈഡിൽ 2 കോവയ്ക്ക വള്ളി കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ ഈ പന്തലിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പാടത്തുള്ള ഞങ്ങളുടെ വാഴ അതുപോലെ കവുങ്ങൊക്കെയാണ്. ചില വാഴകളൊക്കെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ വാഴയൊന്നും ഓണം മാർക്കറ്റ് ബേസ് ചെയ്തിട്ടല്ല വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടായിരുന്നു വെച്ചത്. അതുകൊണ്ട് തന്നെ ഓണം മാർക്കറ്റിന് ഞങ്ങൾക്ക് അധികം വാഴകളൊന്നും ആയിരുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് കൊക്കോകളൊക്കെ ഉണ്ട്. അതിനൊക്കെ കായ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ ഒരു ടൈപ്പ് നാരങ്ങയാണ്. അത് താഴെ വീണെടുക്കുന്നു. ഇത് ശരിക്കും ഞങ്ങളുടെ സ്ഥലത്തുള്ളതാണ്. നൈബേഴ്സിൻ്റെ സ്ഥലത്തുള്ളതാണ്. ഇപ്പോഴത്തെ നല്ല ടേസ്റ്റാണ് ഇത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി.
നാരങ്ങ ഞാൻ കുറച്ച് പറിച്ചെടുത്തു കേട്ടോ. ഞാൻ നെയ്ബറിനോട് നമ്മുടെ ചേട്ടായിനോട് ചോദിച്ചു കുറച്ച് നാരങ്ങ പറിക്കട്ടേന്ന്. 1-2 പറിക്കട്ടെ എന്നേ ചോദിച്ചുള്ളൂ. പക്ഷെ വേണ്ടോളം പറിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബക്കറ്റ് നാരങ്ങ പറിച്ചെടുത്തു. ഇത് പൊട്ടി വീണ വാഴക്കുലയാണ്. ഇനി അടക്ക പറിക്കണം. പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കുറേ വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ അടക്ക പറിക്കുന്ന ചേട്ടന് കൗങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. പാടത്ത് പണിക്കാരുണ്ടായിരുന്നു. അടക്ക പറിക്കലാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് 10 മണിക്ക് ഫുഡ് കൊണ്ട് വന്നത് കേട്ടോ. അപ്പോഴാണ് നാരങ്ങ കിട്ടിയത്. നാരങ്ങ കൊണ്ടുപോകാൻ ബക്കറ്റില്ലാണ്ട് ഓരോന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിപരമായി നീങ്ങി കുടയുടെ അകത്ത് നാരങ്ങ വെച്ചിരിക്കണം. നീ തൂക്കി പിടിച്ച് കൊണ്ടുപോകാം. നിങ്ങളുടെ കുളം ഇതിന് മുൻപ് ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. കുളം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം പരന്ന് കിടക്കണം. പുല്ലൊക്കെ ഒന്ന് മഴ വിട്ടിട്ട് വേണം പുല്ലൊക്കെ വെട്ടി കുളം വൃത്തിയാക്കി എടുക്കാൻ. പറിച്ച് വെച്ചിട്ടുള്ള അടയ്ക്ക കേട്ടോ. ഇത് പച്ചയാണ്. അതുപോലെ തന്നെ പഴുത്തതുണ്ട്. പഴുത്തത് ഉണക്കിയിട്ട് തൊലിച്ച് വെക്കുക ചെയ്യുന്നത്. പച്ച ഡയറക്റ്റ് തന്നെ വെക്കുക. അപ്പോൾ ഇനി ഞാൻ പാടത്തുനിന്ന് വീട്ടിലോട്ട് പോവുകയാണേ. ഞാനും ബ്രദറും കൂടെ വന്നത്. ബ്രദർ ഇവിടെ ബിസിയാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ തിരിച്ചു പോകുന്നത്. നൊസ്റ്റാൾജിക് വഴിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഈ വഴിയിലൂടെയാണ് പാടത്തോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുമ്പോഴും ഒരു തവണയെങ്കിലും പാടത്തൊക്കെ ഒന്ന് വന്നു പോകും. വീട്ടിലെത്താനായിട്ടോ. വീടിൻ്റെ സൈഡിലുള്ള തേക്കാണിത്. ഞാനും വാപ്പയും ഞാൻ ചെറുതാകുമ്പോൾ വെച്ച തേക്കാണിത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വെച്ചതാണ്. ഇതിൻ്റെ കൂടെയുള്ളൊരു തേക്ക് ഞങ്ങൾ മുറിച്ചു. ഇനിയിപ്പോൾ ഇവിടെ കോൺക്രീറ്റ് നടക്കുകയാണ് ഈ റോഡിന്. അപ്പോൾ ഈ തേക്ക് കൂടെ മുറിക്കേണ്ടി വരുന്ന പറയുന്നത്. വാഴക്കുല പൊട്ടി വീണതാട്ടോ. നല്ല കാറ്റിലും മഴയിലൊക്കെ പൊട്ടി വീണതാണ്. ഒന്നും അങ്ങനെ അങ്ങ് മൂത്ത് വന്നിട്ടൊന്നുമില്ല. ഈ ഒരു കൊല മാത്രമേ ഉള്ളൂ അത്യാവശ്യം മൂത്തത്. ബാക്കിയൊക്കെ അങ്ങനെ പൊട്ടി വീണതാണ്. ആർക്കെങ്കിലുമൊക്കെ തോരൻ ഉണ്ടാക്കാനോ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ വാഴക്കുല വേണമെങ്കിൽ വന്നാൽ മതി കേട്ടോ. തരാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല ഇൻസ്പിറേഷണൽ വീഡിയോസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.